ഇന്നൊരു കുടംപുളി ഇട്ടൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ദേ രാവിലെ അച്ഛൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് കിളിമീനാണ് കിട്ടിയത്. അപ്പോൾ ദേ അതെല്ലാം ചട്ടിയിലോട്ടിട്ടിട്ട് അതെല്ലാം നല്ലതായിട്ട് കഴുകി എല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻകറിക്ക് വേണ്ടി എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചട്ടി വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിക്കാമേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാമേ. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് അത് ഒന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാമേ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ ഒരു 5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ഒന്ന് നല്ലതായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ശകലം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതൊന്ന് കളറ് മാറി വരണം. അപ്പോഴത്തേനും പുളിവെള്ളം ഉണ്ടല്ലോ, ഇതിൽ ഞാൻ 3 പുളിയാണ് എടുത്തേക്കുന്നത്, ചെറിയ പുളി. അപ്പോൾ അതിൽ പുളിവെള്ളം കുറച്ചൊഴിക്കുക. കുറച്ചൊഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാമേ. എന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കാമേ. അതൊന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണേ. തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും കഴുകി വെച്ചേക്കുന്ന മീനെല്ലാം ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാമേ. അപ്പോൾ എല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് നല്ലതായിട്ട് പറ്റിച്ചെടുക്കണം. അപ്പം 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എല്ലാം പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മീൻ കറി കേട്ടോ.